ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡശുദ്ധി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ നമ്മെ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുപ്പ് നൽകിയത്, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് സ്വന്തം രക്തത്താലാണ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, കാളകളുടെയും 10-4 പറയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് യേശു ലോകത്തിൽ വന്ന് സ്വന്തം രക്തം മനുഷ്യനായി ലോകത്തിൽ വന്ന് സ്വന്തം രക്തത്താൽ നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ദൈവം തമ്പുരാൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.